വയനാട്ടിൽ ഇന്നലെ കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണ മേഖലയിൽ നടന്ന ആ മണ്ണിടിച്ചിൽ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. 3 പേരാണ് മരണമടഞ്ഞ. 5 പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചിട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒന്ന്, അവിടെ ആ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണ് കൂട്ടിയിട്ടിരുന്നു. ആ മണ്ണ് അങ്ങനെ കൂട്ടിയിട്ടിരുന്ന നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് നിർദ്ദേശിച്ചിരുന്നു. അത് ഈ കരാർ കമ്പനി നീക്കം ചെയ്തിരുന്നില്ല. അതേ തുടർന്നാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. സർക്കാർ അക്കാര്യമാണ് ശരിവെക്കുന്നത്. എന്നാൽ കരാർ കമ്പനി പറയുന്നത് ഇത്തരത്തിലല്ല, അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന വനഭൂമിയിൽ നിന്നാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നാണ്. അവർ ഈ വാദങ്ങളെ, സർക്കാർ പറയുന്ന വാദങ്ങളെ തള്ളിക്കളയുകയാണ്. സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആ സ്ഥലം സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷം ഇവിടെ മുഹമ്മദ് റിയാസ് MLA അടക്കം സർക്കാരിനോട് ഈ കരാർ കമ്പനി ആവശ്യപ്പെട്ടിരുന്നു മണ്ണ് നീക്കം ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്താനായിട്ട്. സർക്കാർ അത്തരത്തിൽ സ്ഥലം കണ്ടെത്തി നൽകിയില്ല എന്നുള്ള വിമർശനം കൂടി റിയാസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. സർക്കാരിന് ഇതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതിലേക്കാണ് ആദ്യം പ്രമോദ് സാർ, ഒരു ദുരന്തം ഉണ്ടാകുന്നു. ഈ സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഉണ്ടായ വലിയൊരു ദുരന്തം കൂടിയിട്ടാണ്, ആദ്യത്തെ ദുരന്തവുമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് സർക്കാർ കരാർ കമ്പനിയുടെ മേലിൽ പഴിയായിരുന്നു. കരാർ കമ്പനി തിരികെ സർക്കാർ അതിനൊരു സംവിധാനം ഉണ്ടാക്കി തന്നില്ല എന്ന് പറയുന്നു. പ്രാഥമികമായി നമുക്ക് എന്താണ് അതിൽ വിലയിരുത്താൻ കഴിയുക? ഇതിന് സർക്കാർ ഈ കരാർ കമ്പനിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങ് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇന്നത്തുള്ളത്. വളരെ വ്യക്തമായി തന്നെ നിയമപരമായി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്. ഈ ജൂൺ 20 യോഗം ചേർന്ന് കലക്ടർ ഉത്തരവിറക്കിയെന്ന് പറയുന്നു. കലക്ടറുടെ ഉത്തരവ് ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേധാവി എന്ന നിലയിൽ കൂടിയാണ് കലക്ടറുടെ ഉത്തരവ് കാണേണ്ടത്. ഓക്കെ, കലക്ടറുടെ ഉത്തരവ് വന്നു. ഈ ഉത്തരവ് പുറപ്പെടുവിച്ച് എന്താ പിന്നെ സംഭവിച്ചത്? നമ്മൾ ആലോചിക്കേണ്ടത് ജൂൺ 20 ജൂൺ 20 കഴിഞ്ഞ് ഇന്നലെ ജൂലൈ 7 അല്ലേ? അപ്പോൾ അത്രയും ദിവസങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് നോക്കി നിൽക്കുകയായിരുന്നോ, അവരത് മാറ്റാതിരുന്നത് നോക്കി നിൽക്കുകയായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്താണ് അതിൻ്റെ തുടർ നടപടി ഇല്ലാതെ പോയത്? ഈ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അവരത് നീക്കിയില്ലെങ്കിൽ നടപടിയെടുക്കാനുള്ള വകുപ്പ് ഉണ്ട് ദുരന്ത നിവാരണ നിയമത്തിൽ. അത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 34ാമത്തെ വകുപ്പാണ് അത് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നടപടിയിലേക്ക് നീങ്ങേണ്ടതായിരുന്നു. അത് ഉടനടി നീക്കം ചെയ്യാനും ഇവർക്കെതിരെ ആക്ട് ചെയ്യാത്തതിന് കേസെടുക്കാനും ഒക്കെ കഴിയേണ്ടതായിരുന്നു. 51 പ്രകാരം അവർക്ക് കേസെടുക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ നിയമപരമായി ആക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സന്ദർഭത്തിൽ അത് ചെയ്തില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണ്. അത് വെറുതെ ഈ കരാർ കമ്പനീനെ മാത്രം കുറ്റപ്പെടും. കരാർ കമ്പനിക്ക് പ്രാഥമികമായ ഉത്തരവാദിത്വമുണ്ട്. അവർക്കെതിരെ നടപടി വേണ്ടതാണ്, കേസ് വേണ്ടതാണ്. അതെല്ലാം ഇതിനു മുമ്പേ തന്നെ ചെയ്യാൻ കഴിയേണ്ടതായിരുന്നു. ഒരു ദുരന്തം സംഭവിക്കുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരു കാര്യം അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മണ്ണ് കൂട്ടിയിട്ടത് മാത്രമാണ് ഈ പ്രശ്നം ഈ മണ്ണിടിച്ചിലിന് കാരണമായത് എന്ന് പറയാൻ കഴിയില്ലല്ലോ. മണ്ണിടിച്ചിലിന് കാരണമാവാൻ മറ്റു പല ആ പ്രദേശത്തിൻ്റേതായിട്ടുള്ള പാരിസ്ഥിതിക ദൗർബല്യങ്ങളുണ്ട്. അത് നമ്മൾ എത്ര കാലമായി നമുക്ക് മനസ്സിലായൊരു സംഗതിയാണ്. ഇത് മൊത്തം തന്നെ ഈ വയനാട്ടിലെ ഈ പ്രദേശം തന്നെ, മേപ്പാടി ഏരിയയൊക്കെ തന്നെ പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. നേരത്തെ തന്നെ ഇപ്പോൾ 60കൾ തൊട്ട് ഇങ്ങോട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ തവണ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായ പ്രദേശങ്ങളാണല്ലോ ഇതൊക്കെ. പുത്തുമലയായാലും മുണ്ടക്കയായാലും ചൂരൽമലയായാലും ഒക്കെ പലതവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ തുരങ്കപാത എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്, എന്ത് പ്രിക്കോഷൻസാണ് അതിനെടുത്തിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് വീണ്ടും ഒരു പരിശോധനയിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു. നേരത്തെ അത് ഇത്ര പെട്ടെന്ന് ഇത് നമുക്കറിയാം. ഇപ്പോൾ ഇതുപോലൊരു സ്ഥലത്തുകൂടി ഇങ്ങനെയൊരു പ്രോജക്റ്റ് തയ്യാറാക്കുകയും അതിന് വളരെ പെട്ടെന്ന് തന്നെ പാരിസ്ഥിതിക അനുമതി ലഭിക്കുകയും ചെയ്യുന്നത് സാധാരണ നിലയ്ക്ക് തന്നെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. കാരണം അത്രയധികം നമ്മുടെ മുന്നിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ഈ പദ്ധതി വന്നതിന് ശേഷമാണ് വയനാട് ദുരന്തം ഉണ്ടാവും, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടാവുന്നത്. അതിനുശേഷം പോലും ഒരു പുനരാലോചനയും ഇല്ലാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കഴിഞ്ഞ സർക്കാർ മുഖ്യമന്ത്രി തന്നെ ചെന്ന് അതിൻ്റെ ഉദ്ഘാടനം പൊട്ടിച്ചിട്ടൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു അവസ്ഥ, ഒരു വലിയൊരു ഷോ ഒക്കെ ആക്കി മാറ്റിയ കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ നമുക്കൊരു സാമാന്യമായ ഒരു തോന്നൽ വരുമല്ലോ, അത് ശരിയാവുമോ, ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു പദ്ധതി ഇനി നടക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന സംഗതി പോലും ഒരിക്കലും ഒരു പരിശോധന എന്നുള്ള നിലയിൽ ഒരു റീവിസിറ്റ് ആ കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ ഇത് നേടിയെടുത്തത്, അതായത് കേന്ദ്രത്തിൻ്റെ ഈ അനുമതി നേടിയെടുത്തത് തന്നെ
പലവിധ സംശയങ്ങൾക്ക് ഇടയാക്കുന്ന വിധത്തിലാണ്. ചില റിപ്പോർട്ടുകൾ പറയുന്നതെന്ന് വെച്ചാൽ സംസ്ഥാനം സമർപ്പിച്ച ഇതിൻ്റെ വിശദാംശങ്ങളിൽ തന്നെ പിശകുണ്ടായിരുന്നു, പലതും തെറ്റായിട്ടാണ് പറഞ്ഞിരുന്നത്. ഈ പ്രദേശം പിന്നെ EFA അല്ല എന്നുള്ള നിലയിലാണ് പറഞ്ഞിരുന്നത് എന്നാണ് പറയുന്നത്. മറ്റ് ചില റിപ്പോർട്ടുകളാണെങ്കിൽ പിന്നെ കേന്ദ്രം ഇതിനകത്ത് ഒരു സേഫ് ആയിട്ടുള്ള കളി കളിച്ചു. അതായത് 10-60 വ്യവസ്ഥകൾ വെച്ചു. ഈ വ്യവസ്ഥകൾ വെച്ചിട്ട് അനുമതി കൊടുത്തു. യഥാർത്ഥത്തിൽ അവർക്ക് ഈ പ്രോജക്റ്റിനെതിരല്ല എന്ന് കാണിക്കുകയും ചെയ്യണം, എന്നാൽ ഞങ്ങളുടെ മേൽ പഴി വരരുത് എന്ന് കാണിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഈ 10-60 വ്യവസ്ഥകൾ തന്നെ പാലിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് പിന്നീട് ഒരു തർക്കമുള്ളത്. അത് ഈ കരാർ കമ്പനി പാലിച്ചിട്ടില്ല, അതിന് ഗവൺമെൻറ് തന്നെ അതിന് നിർബന്ധിച്ചിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേവലമായ എന്താ പറയുക, ഇന്നലെ ഉണ്ടായത് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ പ്രശ്നങ്ങളോ അതിലാർക്ക് തെറ്റുപറ്റി എന്നത് പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രോജക്റ്റിൻ്റെ പിന്നെ അടിസ്ഥാനപരമായ ഡിസൈനും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. അതാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഇരട്ട അന്വേഷണം നടത്തും എന്നുള്ളത്. ഈ 2 രീതിയിലുള്ള അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ദുരന്ത നിവാരണം എന്ന് പറയുന്നത് എന്താ പറയുക, അതൊരു വല്ലപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ആ കാഴ്ചപ്പാട്, എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിച്ചെന്ന് ഇപ്പം മണ്ണ് നീക്കലും പിടിക്കലും രക്ഷാപ്രവർത്തനം എന്നുള്ളത് മാത്രമാണ് ഈ ദുരന്ത നിവാരണം എന്ന നിലയിൽ ആലോചിക്കുന്നത് എന്ന കാഴ്ചപ്പാട് മാറ്റേണ്ടതുണ്ട്. അത് സദാ ജാഗ്രതയാകണം അതിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് എന്നുള്ളതാണ്. ഒരു സംഭവം ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് തന്നെ ആക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമായി അത് മാറണമെങ്കിൽ കേരളം ആ നിലയിൽ ആയിക്കഴിഞ്ഞു. ഇപ്പം ഈ കനത്ത മഴ എന്നൊക്കെ പറയും, മഴയുടെ സ്വഭാവം തന്നെ ഒന്നും തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത്രയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഈ ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട്, റെഡ് അലേർട്ട് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രം എന്നാൽ പറയുന്നത് എപ്പോഴായാലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടമായി തന്നെ കണ്ടുകൊണ്ട് അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. പലവിധ വിമർശനങ്ങളും നേരത്തെയും നേരിട്ടിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. അവർ എന്താ ഇന്നലെ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നിട്ട് ഇത് മുഴുവൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയോ വിശദീകരിക്കുകയോ ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അതൊന്നും അല്ല വേണ്ടത്. അവർ മുൻകൂട്ടി അറിഞ്ഞ് ഈ കമ്പനി ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മേൽ ആക്ട് ചെയ്യാനുള്ള നിയമവും സംവിധാനവും ഒക്കെയുള്ള അതോറിറ്റിയാണ് അവർ. അത് ആക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടായിരുന്നു. അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്കറിയില്ല പ്രതിപക്ഷം ഇപ്പോൾ ഏത് നിലയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്, എന്ത് തരത്തിലുള്ള ഇതാണ്. ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനവും അതുപോലെ ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഈ അർജൻസി കഴിഞ്ഞ എന്തെങ്കിലും നിലപാടെടുക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് സർക്കാർ വ്യക്തമായി തന്നെ അക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് എന്നൊക്കെ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആത്മപരിശോധന നടത്തേണ്ടത് ഈ ഉദ്യോഗസ്ഥ സംവിധാനം എങ്ങനെ കാര്യക്ഷമമാകണം, അതെങ്ങനെ വളരെ വിജിലൻ്റായി പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ ഈ സർക്കാരിന് ഒരു കാഴ്ചപ്പാടുണ്ടായേ മതിയാവുള്ളൂ. അത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തേ മതിയാവുള്ളൂ. തുരങ്കപാത നിർമ്മാണം ഇവിടെ അപകടം ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലും ബാക്കിയൊക്കെ വരുന്നത് കഴിഞ്ഞ സർക്കാർ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ എന്ന രീതിയിൽ. 2, ഇതിൽ മരണമടഞ്ഞത് അതിഥി തൊഴിലാളികളാണ്. അതുകൂടി ഇതിൻ്റെ ഒരു ഇതിനു മുമ്പുള്ള ദുരന്തങ്ങളിലൊക്കെ മലയാളികൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്നൊരു ഇമോഷൻസോ സാധനമൊക്കെ ഇതിനോട് കാണിക്കുന്നില്ല എന്ന് കൂടിയിട്ടുണ്ട്. സർക്കാരിനെതിരെ മുൻ സർക്കാരിനെ ഉയർത്തി ഉണ്ടാകുന്ന വിമർശനങ്ങളും 2 ഈ അപകടത്തിൽ മരണമടഞ്ഞത് മറ്റു നാട്ടുകാരാണ് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സീരിയസ്നെസ്സിനെ അങ്ങനെ വില കുറച്ച് കാണുന്നു. ഇന്നലത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് ഈ തുരങ്കപാത നാടിന് വേണ്ടാത്തതാണെന്നൊരു പൊതുബോധം നാട്ടുകാർക്കിടയിൽ സൃഷ്ടിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മലയാളികൾ പൊതുവെ അങ്ങനെയാണ്. ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേരിലൊക്കെ ഒരു ഡെവലപ്മെൻ്റൽ പ്രൊജക്റ്റ് വേണ്ട എന്ന് വയ്ക്കുന്ന തരം ഒരു രാഷ്ട്രീയ സംസ്കാരമല്ല കേരളത്തിലുള്ളത്. പകരം ഈ എൻവയോൺമെൻ്റൽ ഇഷ്യൂകൾ ഉയർത്തുന്ന ആളുകളെ വികസന മുടക്കികൾ, എല്ലാത്തിനും ഇത് പറയുന്ന ആളുകൾ എന്നൊക്കെയാണ് പൊതുവായ ഒരു ബോധമുള്ളത്. ആ ബോധം സൃഷ്ടിക്കുന്നതിൽ കേരളത്തിലെ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾക്ക്, എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അതിലും കൃത്യമായ പങ്കുണ്ട്. അവരെന്തോ ഒരു ശല്യക്കാർ, അവർ പ്രശ്നം ഉണ്ടാക്കുന്നവർ, വ്യവഹാരികൾ, വികസന മുടക്കികൾ. ഒരു മുഖ്യമന്ത്രി നിരന്തരം തന്നെ പറയുമായിരുന്നു ഈ തുരങ്കപാത നിർമ്മാണത്തിൻ്റെ നിർമ്മാണോദ്ഘാടന വേദിയിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് വികസന മുടക്കികളെ ഈ വികസനം മുടക്കാൻ അനുവദിക്കില്ല എന്നാണ് അതിൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടായി എന്നുകൊണ്ട് ഒരു വികസന പ്രവർത്തനം വേണ്ട എന്ന് പൊതുസമൂഹം ധരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിഷയത്തെ 2 രീതിയിൽ കാണണം. ഒന്ന് ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിൽ, മറ്റൊന്ന് തുരങ്കപാതയുടെ സാധുത. ഈ മണ്ണിടിച്ചിൽ ഇന്നലെ ഉണ്ടാകുന്നത് രാവിലെ ഇപ്പോൾ ഒരു 11:30 മണിയോടെയാണ്. ഈ 11:30 മണിക്ക് ഈ സംഭവം ഉണ്ടാകുമ്പോൾ അത് ആദ്യം ഒരു ചെറിയ എന്തോ ഒരു മണ്ണിടിച്ചിലായിട്ടാണ് നമുക്ക് മനസ്സിലായത്. പക്ഷെ നമ്മളവിടെ വേഗം ചെല്ലുന്നു,
വലിയ ദുരന്തമാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴ പെയ്യുകയാണ്. ആ ലൈവ് വിഷ്വൽസിൽ തന്നെ നല്ല മഴയുണ്ട്. നമ്മുടെ റിപ്പോർട്ടർക്ക് ആ മഴയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ആദ്യം റിപ്പോർട്ടറോട് ചോദിച്ചാൽ അവിടെ എത്ര മഴ പെയ്തു എന്നാണ്. നമ്മൾ ഈ ഓൺ എയറിൽ ഇത് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് വരികയാണ്. അവിടെ 264 മില്ലിമീറ്റർ മഴ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പെയ്തു. 264 മില്ലിമീറ്റർ മഴ കഴിഞ്ഞ 24 മണിക്കൂർ. അത് അപകടം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ദിവസത്തെയാണ് പറയുന്നത്. 264 മില്ലിമീറ്റർ മഴ എന്ന് പറഞ്ഞാൽ അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കണം. നമ്മളാരും റെഡ് അലേർട്ട് കണ്ടില്ല. ഇന്നലെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഈ മേപ്പാടി റീജിയനിൽ മാത്രം, ഈ കള്ളാടി ഉൾക്കൊള്ളുന്ന മേപ്പാടി റീജിയനിൽ മാത്രം റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാവുന്ന രീതിയിലുള്ള മഴ മുന്നറിയിപ്പ് സംവിധാനം വയനാട് ജില്ലയിലുണ്ട്. അത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് മുമ്പേ ഉണ്ട് അവിടെ. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പ്രദേശത്തെയും മഴയുടെ അളവ് ശേഖരിച്ചുകൊണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള മഴ മുന്നറിയിപ്പ് സംവിധാനം വയനാട് ജില്ലയിലുണ്ട്. അത് വേണ്ട വിധത്തിൽ പരിശോധിക്കുകയോ മുന്നറിയിപ്പ് കൊടുക്കുകയോ ചെയ്തില്ല എന്നുള്ളതായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉയർന്ന വിമർശനം. അത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ചെയ്തില്ല, സ്റ്റേറ്റും ചെയ്തില്ല എന്നുള്ളത് അന്ന് ഉയർന്ന വിമർശനം. ഇവിടെ വീണ്ടും അത് സംഭവിക്കുകയാണ്. കള്ളാടി മേപ്പാടിയിൽ റെഡ് അലേർട്ട് തുടങ്ങുന്നതിന് പകരം അപ്പോൾ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ മഴ പെയ്യുന്നത് കൊണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ പണി നടക്കുന്നില്ല, പണി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് ആ അറിയിപ്പിലുണ്ടായിരുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് പറയുന്നത്. പിന്നെ JCBയും ആ തൊഴിലാളികളോട് അവിടെ ഇങ്ങനെ വന്നു. തൊട്ടുടനെ PWD മിനിസ്റ്റർ PK ബഷീർ മാധ്യമങ്ങൾ കാണുകയാണ്. അപ്പോൾ ഇത് വിശദീകരിക്കുന്നതിനിടയ്ക്ക് എന്തോ ചോദിക്കുമ്പോൾ തൊട്ടടുത്ത അദീല അബ്ദുള്ളയാണ് നിൽക്കുന്നത്. അവരുടെ മൈക്ക് വയ്ക്കുന്നു. അവർ പറയുന്നു അവിടെ പണി നിർത്തിവെച്ചിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളല്ല, എഞ്ചിനീയർമാർ അവിടെ ഉണ്ടായിരുന്നത്. ആ വിവരം അവർക്ക് അവിടെ നിന്ന് കിട്ടി. എഞ്ചിനീയർമാരാണോ അപകടത്തിൽപ്പെട്ടത്? അല്ല, തൊഴിലാളികളാണ്. അപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ മഴക്കാലം തുടങ്ങുമ്പോൾ ഈ പണി നിർത്തിവെപ്പിക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഈ സർക്കാരിന് എന്തുകൊണ്ടില്ലാതെ പോയി? ആ ഇച്ഛാശക്തി എന്തുകൊണ്ടില്ലാതെ പോയി എന്നുള്ളതിൻ്റെ ഉത്തരം ഇന്നലെ മാധ്യമങ്ങളെ കണ്ട മന്ത്രിമാർ ശരീരഭാഷയിലുണ്ട്. PK ബഷീറിൻ്റെ വാക്കുകളിലുണ്ട്, ശരീരഭാഷയിലുണ്ട്. ഇത് ഞങ്ങളുടെ പദ്ധതിയല്ല, ഞങ്ങൾ ഈ പദ്ധതിക്ക് എതിരായിരുന്നു. ഇത് LDF നിർബന്ധപൂർവ്വം നാട്ടുകാരുടെ മേൽ അടിച്ചേൽപ്പിച്ചൊരു പദ്ധതിയാണ്. പ്രതിപക്ഷ നേതാവായിരിക്കും VD സതീശൻ ഇതിന് എക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതിയോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. ആ ഒരു ഒഴിഞ്ഞുമാറൽ സമീപനം ഇന്നലെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ്. അതിന് ഇവർ ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു ഓൺ ഗോയിങ് പ്രൊജക്റ്റിൽ ഇത്രയും ഒരു അശ്രദ്ധ ഒരു ഭരണകൂടം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് അക്ഷന്തവ്യമായ തെറ്റാണ്. ഒന്നും അറിയില്ല, ഒരു പണി നിർത്തിവെപ്പിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. അതിന് 10 ദിവസം മുമ്പ് സാർ നേരത്തെ സൂചിപ്പിച്ച ആ മീറ്റിങ്ങിൽ എടുത്ത തീരുമാനം എന്താണ്? അവിടെ ശേഖരിച്ചു വെച്ചിട്ടുള്ള മണ്ണ് അപകടം ഉണ്ടാക്കും, അതവിടെ നീക്കണം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തോ എന്ന് ഫോളോ അപ്പ് ചെയ്യാൻ അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. അത് അവർ മാറ്റിയോ ഇല്ലേ? മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റിട്ടൈനിങ് വാൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് പഴയ വിഷ്വൽസിൽ കാണാം, ഈ ഇടിഞ്ഞ ഭാഗത്ത് ഒരു റിട്ടൈനിങ് വാൾ ഉണ്ടായിരുന്നു. ആ റീറ്റെയിനിങ് വാൾ വളരെ ലോലമാണെന്നും അത് ഏത് സമയം പോലും തകർന്നു വീഴാമെന്ന് അവിടെ നാട്ടുകാർ അന്നേ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പരിശോധിക്കാതെ ഒരു ഫോളോ അപ്പ് നടത്താതെ ഒരു അപകടം ഉണ്ടായി, അത് മണ്ണ് മൂടി വെച്ചെന്ന് വേണം. അതിന് തൊട്ടുപ്പറയാണ് റിട്ടൈനിങ് വാളുള്ളത്. ഈ റിട്ടൈനിങ് വാളാണ് തള്ളി വന്നത്, ഈ മണ്ണ് ഉൾപ്പെടെ ഒലിച്ചു പോരുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരുതരം അലസ സമീപനം ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പദ്ധതിയോട് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ പദ്ധതി നിർത്തിവെക്കുക. ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ എന്താണ്? അത് ഞങ്ങൾ പരിശോധിച്ചിട്ടേ ഇനി ആ പണി നടക്കുകയുള്ളൂ. അത് നേരത്തെ ചെയ്തുകൂടെ ഇവർക്ക് അധികാരത്തിൽ കയറിയപ്പോൾ? ഈ മഴ പെയ്യുമ്പോഴെങ്കിലും പറഞ്ഞുകൂടെ? മഴ പെയ്യുകയാണ്, മഴക്കാലമാണ്, കേരളമാണ്, വയനാടാണ്, ഞങ്ങൾ തന്നെ പരിസ്ഥിതി പ്രശ്നം ഉന്നയിച്ച ഒരു പ്രൊജക്റ്റാണ്, അത് നിർത്തിവെക്കാൻ പറയണം. അപ്പോൾ കൂട്ടുത്തരവാദിത്വമില്ലായ്മ, ഇതിലുള്ള ഒരു അശ്രദ്ധ, ഇതെല്ലാം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ തുരങ്കപാത എൻവയോൺമെൻ്റലി വയബിൾ ആണോ എന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യമാണ് മുമ്പ് പ്രതിപക്ഷമായിരിക്കെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉയർത്തിയത്. അപ്പോൾ സാറ് തന്നെ അതിൽ പറഞ്ഞു, ഇങ്ങനൊരു പ്രൊജക്റ്റിന് എങ്ങനെയാകും പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടുണ്ടാവുക? ആദ്യഘട്ട അനുമതി ലഭിക്കേണ്ടത് സ്റ്റേറ്റ് എൻവയോൺമെൻറ്റൽ അസസ്മെൻറ്റ് അതോറിറ്റിയാണ്. പിന്നീടാണ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടത്. അപ്പോൾ കേരളത്തിൽ അതിൻ്റെ ഒരു സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ആളുകളാണ് അതിലിരിക്കുന്നത്. ഇത് അസസ് ചെയ്യുന്ന ആളുകൾ സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ആളുകളാണ്. പൊതുവെ ഇത്തരം ഡെവലപ്മെൻറ്റൽ അവരുടെ പ്രധാനപ്പെട്ട പണി ക്വാറികൾക്ക് അനുമതി കൊടുക്കുകയോ വേണ്ടയോ എന്നുള്ളതാണ്. അനുമതി നിഷേധിച്ച ഒന്നും നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കി അവരുടെ മിനിറ്റ്സ് എടുത്ത് നോക്കിയാൽ അറിയാം. അപേക്ഷകൾ എന്തെങ്കിലും അനുമതി നിഷേധിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാറ്റിനും അനുമതി കൊടുക്കുക എന്നുള്ളതാണ് നയം. അതായത് സർക്കാരിൻ്റെ നയം എന്താണോ അത് നടപ്പാക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സർക്കാരിന് ഒരു ഡ്രീം പ്രൊജക്റ്റായിട്ട് ഇത് അവതരിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് നിർമ്മാണോദ്ഘാടനം നടത്തുന്നു. ഈ 2020 ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നതാണ്. പദ്ധതി ഉദ്ഘാടനം ചെയ്തതാണ്. പിന്നെ ഈ ഇലക്ഷന് മുമ്പാണ് പിന്നെ നിർമ്മാണോദ്ഘാടനം വെടിവെട്ടിച്ച് നടത്തുന്നത്.
അപ്പോൾ സർക്കാർ ഒരു പ്രൊജക്റ്റ് പ്രഖ്യാപിക്കുന്നു, അതിന് ആവശ്യമായ അനുമതി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലൈൻ, നിഷേധിക്കുക എന്നുള്ളതല്ല. ഇനി ഇതിൽ രസം എന്ന് വെച്ചാൽ ഇതിൻ്റെ പാരിസ്ഥിതിക പഠനം നടന്നിട്ടുണ്ട്. ഈ പാരിസ്ഥിതിക പഠനം തന്നെ ഒരു സ്കാം ആണ് എന്നാണ് KG താര എന്ന് മാധ്യമം പത്രത്തിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പറയുന്നത്. ആ ശാസ്ത്രജ്ഞന് ജനകീയ വിചാരണ ചെയ്യണം, അത് നടത്തിയ ശാസ്ത്രജ്ഞന് ജനകീയ വിചാരണ ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് സത്യമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതേ മലയുടെ മറ്റൊരു ഭാഗമാണ്, ഇപ്പോൾ അപകടം ഉണ്ടായ മലയുടെ മറ്റൊരു ഭാഗമാണ് പുത്തുമല, അതിന് മറുവശമാണ് മുണ്ടക്കയും ചൂരൽമല. അത്രയും പാരിസ്ഥിതിക ലോലമായ മഴ പെയ്താൽ മണ്ണിടിയുന്ന ഉരുളുപൊട്ടുന്ന ഒരു മലയുടെ അടി തുറക്കുകയാണ്. അതിനെ എത്രമാത്രം ലാഘവത്തോടു കൂടിയാണ് ആ പാരിസ്ഥിതിക പഠനം നടത്തിയതെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് തുരങ്കം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മൈനിങ്, ബ്ലാസ്റ്റിങ് ഇതെല്ലാം നടക്കുകയാണ്. ഈ ബ്ലാസ്റ്റിംഗ് താങ്ങാനുള്ള ശേഷി ആ മലയ്ക്കുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം എന്ത് ചെയ്യുന്നത്, ഒരു 60 ഇന മാനദണ്ഡങ്ങൾ പാലിച്ചത്. ആ മാനദണ്ഡം എന്തൊക്കെയാണ്? ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടേ ഓരോ പ്രവർത്തനവും അവിടെ നടത്താവൂ എന്നുള്ളതാണ്. ഓരോ പ്രവർത്തനം നടത്തുമ്പോൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം. എനിക്ക് തോന്നുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ആ മാനദണ്ഡങ്ങൾ പ്രകാരം ഇതിൻ്റെ നിർമ്മാണം വളരെയധികം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം അത്രയധികം എന്താണ് പറയുക, ശക്തമായ മാനദണ്ഡങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ മാനദണ്ഡങ്ങൾ ഒന്നുപോലും പാലിച്ചിട്ടില്ല എന്നുള്ള, ഈ മണ്ണ് പോലും മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇനി ഇത് എങ്ങനെയായിരിക്കും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുള്ളത്. വളരെ നല്ലതാണ്, അത് പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ്. ഒരുപക്ഷേ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാവാതെ ആ പദ്ധതി അങ്ങനെ പൂർത്തീകരിക്കാമെന്ന പഠനം തീർച്ചയായിട്ടും ആവശ്യമാണ്. അത് നടക്കണം. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനങ്ങളെക്കുറിച്ചാണ്. സാർ അതിനെപ്പറ്റി ചൂണ്ടിക്കാട്ടി. ദുരന്ത നിവാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പേരിടുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്നാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിറ്റിഗേഷൻ. ഒരു ദുരന്തം ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട പണി. അതാണ് ദുരന്തം ഉണ്ടായതിന് ശേഷം ആളുകളുടെ ബോഡി തപ്പിപ്പോലല്ല ദുരന്ത നിവാരണം എന്ന് പറയുന്നത്. ദുരന്തം വരാതെ നോക്കുക. നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനം കഴിഞ്ഞ 10 വർഷമായി തുടരെ 1-2 വട്ടമല്ല, അത് ഒന്നാമത് ഓഖി ദുരന്തം ഉണ്ടാകുന്നത് 2017. ഓഖി ദുരന്തം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു ചുഴലിക്കാറ്റ് വരുന്നു. ചുഴലിക്കാറ്റ് കന്യാകുമാരി തീരത്ത് നിന്ന് കേരള തീരത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ മുന്നറിയിപ്പ് കിട്ടിയിരുന്നു. മുന്നറിയിപ്പ് കിട്ടിയില്ല എന്നാണ് നിരന്തര മാധ്യമങ്ങൾ അറിയിച്ചത്. മുന്നറിയിപ്പ് കിട്ടിയായിരുന്നു, ഇവരൊക്കെ രക്ഷിക്കായിരുന്നു. മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. അപ്പോൾ ഈ മുന്നറിയിപ്പ് ലഭിച്ച വിവരം ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാധ്യമങ്ങൾ ചോദിക്കുകയാണ്. ഈ ചുഴലിക്കാറ്റ് കടലിലൂടെ പോവാണ്, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ വെള്ളത്തിൽ പോകുന്നു, അവരെ തടയണ്ടേ, മത്സ്യബന്ധനം നിരോധിക്കണ്ടേ? അത് നമ്മുടെ തീരത്തല്ല, കന്യാകുമാരി തീരത്ത് ലക്ഷദ്വീപ് തീരത്തേക്കാണ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ അത് കൊടുത്തില്ല, മുന്നറിയിപ്പ് കൊടുത്തില്ല. എന്നിട്ട് തിരുവനന്തപുരം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ ഈ കേരളത്തിനും ലക്ഷദ്വീപിനും ഇടയ്ക്കുള്ള കടലിലാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. അവരാണ് മരിച്ചത്. അപ്പോൾ ഒന്ന് ഓഖി ദുരന്തത്തിലെല്ലാം സംഭവിച്ചു. പിന്നെ പ്രളയം ഉണ്ടായി. ഡാം ഓപ്പറേഷനിൽ വന്ന പാളിച്ചകളെക്കുറിച്ച് നിരന്തര വിമർശനം ഉയർന്നതിനെ തുടർന്ന് സർക്കാർ ഒരു നടപടി സ്വീകരിച്ചു. ഡാം ഓപ്പറേഷൻ്റെ ഉത്തരവാദിത്തം KSEBയിൽ നിന്ന് മാറ്റി പല വകുപ്പുകൾക്ക് നൽകി. ദുരന്ത നിവാരണ വകുപ്പ്, റവന്യൂ വകുപ്പ്, അങ്ങനെ പല വകുപ്പുകൾക്ക് നൽകി. അതിനുശേഷം ഈ ഡാം ഓപ്പറേഷനിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ ചൂരൽമല സംഭവത്തിൽ മഴ മുന്നറിയിപ്പ് കൊടുക്കാത്തതുകൊണ്ടാണ് വലിയ പ്രശ്നം ഉണ്ടായത്. ആ മഴ മുന്നറിയിപ്പ് സംവിധാനം അവിടെ ഉണ്ടായിരിക്കെ തന്നെ, അതായത് വയനാട് ജില്ലയിലെ ഒരു ചെറിയ പ്രദേശത്തും എത്ര മഴ പെയ്യുന്നു എന്ന് കൃത്യമായ കണക്കെടുക്കുകയും അത് സർക്കാരിൻ്റെയും സ്വകാര്യ സംരംഭങ്ങളുടെയും കൂട്ടായ ഒരു സംരംഭമാണത്. ആ വിവരം തിരുവനന്തപുരത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ ആ വിവരം ലഭിക്കും. അത് വെച്ചിട്ട് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാം. അത് കൊടുത്തില്ല. വീണ്ടും അതേ പ്രശ്നം ഇവിടെ ആവർത്തിക്കുകയാണ്. ഇങ്ങനെ തുടരെ ഒരു ഏജൻസി ഇങ്ങനെ അബദ്ധങ്ങൾ ആവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ തെറ്റുകൾ വരുത്തുമ്പോൾ സർക്കാർ ഇടപെടണ്ടേ? ഇനി ഒരു കാര്യം കൂടി പറയാം. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ തലപ്പത്തിരിക്കുന്നയാൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ആ സ്ഥാനത്ത് തുടരുവാണ്. അയാൾക്ക് മാറ്റമില്ല. പുതിയ സർക്കാർ ഒന്നും മാറ്റില്ല. ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രി വിളിച്ച് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാം മഴ പെയ്യുന്ന ദൃശ്യങ്ങൾ. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രംഗത്ത് കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തുണ്ടായ ഒരേ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അവർക്കൊരു ആസ്ഥാന മന്ദിരം ഉണ്ടായെന്നുള്ളതാണ്. ആസ്ഥാന മന്ദിരത്തിൽ മോണിറ്ററും TV ഉണ്ട് എന്നല്ലാതെ ഒരു ദുരന്തവും തടയാൻ ഇവർക്ക് കഴിയുന്നില്ല. ദുരന്തം ഉണ്ടായതിനു ശേഷം ഞങ്ങൾ ഇന്നലത്തെ ഒരു കാര്യം അറിയോ? ഈ 264 മില്ലിമീറ്റർ മഴ പെയ്തു, റെഡ് അലേർട്ട് ഇല്ല. എന്തുകൊണ്ട് റെഡ് അലേർട്ട് ഇല്ല എന്ന് ചോദിക്കുമ്പോഴേക്കും, നമ്മൾ ഓൺ എയർ ചോദിക്കുമ്പോഴത്തേക്കും 12 ആകുമ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നു. ഇത് ഇന്നലെ പ്രഖ്യാപിക്കേണ്ട റെഡ് അലേർട്ടാണ്. മിനിയാന്ന് പ്രഖ്യാപിക്കേണ്ട റെഡ് അലേർട്ട് ഇന്നലെ ഉച്ചയ്ക്ക് പ്രഖ്യാപിക്കുന്നു. ഇത്രമാത്രം അലസ സമീപനമാണ് ഈ പറയുന്ന ഡിസാസ്റ്റർ മിറ്റിഗേഷനിൽ ഈ സംവിധാനം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം, കേരളം പരിസ്ഥിതി ലോലം എന്നൊന്നുമല്ല പറയുന്നത്, കേരളത്തിലെ ഏത് നിമിഷവും ഡിസാസ്റ്റർ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഭൂപ്രദേശമാണ്. അത് കടലോരത്താണെങ്കിലും മലയോരത്താണെങ്കിലും ഇടനാട്ടിലാണെങ്കിലും എവിടെയും
ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശം തന്നെയാണ്. അത് നമ്മൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പഠിച്ചു കഴിഞ്ഞു. പലതരം ദുരന്തങ്ങൾ നമ്മൾ നേരിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പാഠവും പഠിക്കാതെ, അതിൽ നിന്ന് ഒരു അടി പോലും മുന്നോട്ട് പോകാതെ നമ്മൾ തുരങ്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ സിവിൽ സൊസൈറ്റി സീരിയസ് ആയിട്ട് ഇടപെട്ട് സർക്കാരിനോട് തിരുത്തിക്കേണ്ട വളരെ ഗൗരവമുള്ളൊരു പ്രശ്നം തന്നെയാണ്. ഇത് വയനാടിൻ്റെ മാത്രം പ്രശ്നമല്ല. യെസ്, നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനം അഴിച്ചു പണിയേണ്ട ഒരു കാലമെത്തി എന്നുള്ളതാണ് പറയാനുള്ള. അതിൻ്റെ അകത്ത് സർക്കാർ വേണ്ട വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്കായിരിക്കും കേരളത്തിൽ നയിക്കുക എന്നാണ് പറയാനുള്ളത്.